ഇന്നൊരു ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. കുട്ടികൾക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയൊരു നൈറ്റ് ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. 12 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ മെഷർമെൻറ്റിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ആണ് ഇവിടെ കാണിക്കണേ. പാൻറ്റുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളൊരു ടോപ്പാണ്. ഒരു വെറൈറ്റി ടൈപ്പിലുള്ള ടോപ്പാണ്. ഇതിൻ്റെ കൈയിനും അതേപോലെ നെക്കിനും ഈ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി ഈ ടോപ്പിൻ്റെ കട്ടിങ് ഒന്ന് നോക്കാം. നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ ഉപയോഗിച്ചാണ് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്നാലുള്ളൂ നമുക്ക് ആ കറക്റ്റ് ഫിനിഷിങ്ങിലുള്ള നെക്ക് ഡിസൈനിങ് കിട്ടുള്ളൂ. നെക്കിന് വീതി ഒരു 2.25 ഇഞ്ചും നീളം ഒരു 4.5 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു കറക്റ്റായിട്ട് ക്യാൻവാസ് പേപ്പർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നെക്ക് ഡിസൈൻ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ എപ്പോഴും റൗണ്ട് നെക്കായാലും നമുക്കിഷ്ടമുള്ള നെക്ക് ഡിസൈനിങ് ചെയ്യുമ്പോഴും ഈ നമ്മളെടുത്ത ഈ ബോക്സ് ഷേപ്പിലുള്ള ഈ മെഷർമെൻറ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്കിഷ്ടപ്പെട്ട നെക്ക് ഡിസൈനിങ് വരച്ച് കൊടുക്കേണ്ടത്. ഒരു 1.5 ഇഞ്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് താഴേക്കും ഒരു ഡിസൈനിങ്, അതേപോലെ ഈ സൈഡ് ഭാഗത്തേക്കും ഇതേപോലെ ഒരു ഡിസൈനിങ് വരച്ചെടുക്കുകയാണ്. മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്നും ഒരു 1.5 അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെ വിട്ടിട്ട് ഈ കേവ് ഷേപ്പും എഡ്ജ് ഭാഗമൊക്കെ വരുന്ന ആ ഭാഗത്ത് വെച്ചിട്ടാണ് പുറത്തേക്കൊരു 1.5 ഇഞ്ചാണോ അല്ലെങ്കിൽ 2 ഇഞ്ച് നമ്മൾ എടുക്കണ ആ രീതിക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ നമ്മൾ ഡിസൈനിങ്ങിന് അനുസരിച്ച് എടുത്താൽ മതി. ഒരുപാട് വീതിയുള്ള നെക്ക് ഡിസൈനിങ് വേണമെങ്കിൽ 2 ഇഞ്ചും 3 ഇഞ്ചൊക്കെ എടുക്കുക. രണ്ടാമതായിട്ട് ഈ മാർക്ക് ചെയ്ത ഈ ഡിസൈനിങ്ങിൽ തന്നെ നേരത്തെ വരച്ച ഡിസൈനിങ്ങിൽ തന്നെ ഈ മാർക്കിങ്ങിലൂടെ ഒന്ന് വരച്ചെടുക്കുക. ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് 1/4 ഇഞ്ചൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കണം. കാരണം ആ ഭാഗത്ത് നമ്മൾ ഈ ഡിസൈനിങ് ഈ അടിഭാഗത്ത് നിന്നും കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ആ ഭാഗം ജസ്റ്റ് അതേപോലെ വേണം. കാരണം നെക്ക് വൈഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത് നമ്മൾ ആ ഡിസൈൻ ചെയ്ത ആ ഭാഗത്തിലൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇനി രണ്ടാമതായിട്ട് കട്ട് ചെയ്യാനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ 1/2 ഇഞ്ച് വരച്ച അവിടെ നിന്നും കട്ട് ചെയ്തിട്ട് ഈ നെക്കിൻ്റെ ഈ താഴെ ഭാഗത്ത് ആണ് കട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ നമ്മളെ ഒറിജിനൽ നെക്ക് മെഷർമെൻ്റ് എടുത്ത ഈ ഡിസൈനിങ്ങിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. നെക്ക് ഡിസൈനിങ്ങിനുള്ള തുണി കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതൊന്ന് അയൺ ചെയ്ത് വെക്കുക. ടോപ്പിനുള്ള കട്ടിങ് നോക്കാം. അപ്പോൾ തുണി 4 ആയിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ ലെങ്ത്ത് ആദ്യം ഒന്ന് മെഷർമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് വന്നിക്കുന്നത് 23 ഇഞ്ചാണ്. 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 25 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷോൾഡർ ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതേപോലെ ആം ഹോളും ഒരു 6.5 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ആം ഹോളിൻ്റെ ആ ഭാഗത്ത് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. അടുത്തായിട്ട് മെഷർമെൻറ്റ് ചെയ്യണത് ചെസ്റ്റ് അളവാണ്. മെഷർമെൻറ്റൊക്കെ ബോഡിക്ക് അനുസരിച്ചുള്ള മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ എടുത്തിട്ടുണ്ട്. ഷേപ്പ് അളവ് എടുക്കുമ്പോൾ ചെസ്റ്റ് അളവിനെക്കാട്ടിൽ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെ കുറച്ചിട്ട് എടുക്കുക. നമ്മളെ ബോഡിക്ക് അനുസരിച്ചുള്ള മെഷർമെൻറ്റ് എടുക്കുക. ഇനി സ്ലിറ്റിൻ്റെ നീളം മെഷർമെൻറ്റ് ചെയ്യുക. 19.5 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ നീളം കൊടുത്തിരിക്കുന്നത്. അതേപോലെ സ്ലിറ്റിൻ്റെ വീതി എത്രയാണ് നോക്കുക. നമ്മൾ നേരത്തെ എടുത്ത സെയിം അളവിൽ തന്നെയാണ് സ്ലിറ്റിൻ്റെ വീതി കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/2 ഇഞ്ച് കുറക്കണമെങ്കിൽ 1/2 ഇഞ്ച് കുറച്ചിട്ടോ അല്ലെങ്കിൽ കൂട്ടിയിട്ടോ അവരുടെ വണ്ണത്തിനനുസരിച്ച് എടുക്കുക. ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത് 1 ഇഞ്ച് മാത്രമേ ഉള്ളൂ. സ്ലിറ്റിൻ്റെ അവിടെ തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ. ഇവിടെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ലിറ്റിൻ്റെ നീളമാണ്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്നും നമ്മൾ ഈ എക്സ്ട്രാ തയ്യൽ തുമ്പ് എടുത്ത ചെസ്റ്റിൻ്റെ ഷേപ്പിൻ്റെ ആ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി അടുത്തായിട്ട് ആം ഹോളിൻ്റെ അവിടെ ഒന്ന് വരച്ച് കൊടുക്കണം. ഞാൻ ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് ആംഹോൾ സ്കെയിൽ വെച്ചിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. അല്ലാതെ രീതിക്ക് കട്ട് ചെയ്യണത് നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ അത് പോയി കണ്ടു നോക്കുക.
ഇനി ഇത് ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഈ താഴത്തേക്ക് സ്ലിറ്റിൻ്റെ ആ ഭാഗം വരുന്ന വരെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അടിഭാഗവും നല്ല സ്ട്രൈറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഫ്രണ്ട് നെക്കിന് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് മാറ്റണില്ല. ക്യാൻവാസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തുള്ളൂ കട്ട് ചെയ്ത് മാറ്റണത്. അപ്പോൾ ഇനി ബാക്ക് നെക്കിൻ്റെ കട്ടിങ് നോക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2.25 ഇഞ്ച് അളവിലാണ് നെക്കിൻ്റെ വീതി കൊടുത്തിരിക്കുന്നത്. ക്യാൻവാസ് പേപ്പറിൽ കൊടുത്ത അളവ് തന്നെയാണ് എവിടെയും കൊടുക്കുന്നത്. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ചിലാണ്. ഇതേപോലെ ബോക്സ് ഷേപ്പിലൊന്ന് വരച്ച് കൊടുത്തിട്ട് റൗണ്ട് നെക്കാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഈ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തിലൂടെ കട്ട് ചെയ്ത് മാറ്റാം. നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഈ ക്യാൻവാസ് പേപ്പർ ഒരു ക്രേപ്പിൻ്റെ തുണിയിൽ ഒരു ഡിസൈൻ വർക്ക് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശയുള്ള അടിഭാഗത്ത് വെച്ചിട്ടാണ് അയൺ ചെയ്യേണ്ടത്. നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച മെയിൻ ക്ലോത്തിൻ്റെ അതേ മെഷർമെൻറ്റിൽ തന്നെ ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്ത് മാറ്റണം. തുണി ഇതേപോലെ 4ആക്കി മടക്കിയതിന് ശേഷമാണ് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത്. മെയിൻ ക്ലോത്തിന് ഒരുപാട് കട്ടിയില്ലാത്തതുകൊണ്ടാണ് ഇതേപോലെ ലൈനിങ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്രേപ്പിൻ്റെ തുണിയൊക്കെ ആണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് സെയിം മെഷർമെൻറ്റിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി കയ്യിന് വേണ്ടിയിട്ട് 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം, 2 കയ്യിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ പുറകുവശം വെച്ചിട്ടാണ് മെഷർമെൻറ്റ് ചെയ്യേണ്ടത്. ലെങ്ത്തും വെടുത്തൊക്കെ ഇതിൽ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് ചെയ്യണം. അരികുവശം ഇതേപോലെ ഒന്ന് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ ടാപ്പ് ഈ അരികുവശത്ത് വെച്ചിട്ട് 6.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയതിന് ശേഷം 3 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യുക. എന്നിട്ട് 2 ഇഞ്ചോളം തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്ത് വന്ന അവിടെ നിന്ന് 3 ഇഞ്ച് കൈക്കുഴിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു കേർവ് ഷേപ്പിലൊന്ന് വരച്ച് കൊടുക്കുക. കൈയിൻ്റെ ഷേപ്പിൽ ഇതേപോലെ കേർവ് ഷേപ്പിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. കൈയിൻ്റെ വണ്ണം 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടുന്ന് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് മാർക്കിങ്ങിലൂടെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. പ്രിൻ്റ് വർക്ക് ആയതുകൊണ്ട് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കാണുന്നില്ല. ഏകദേശം ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്യുക. ഇതേപോലെ നമ്മൾ കൈക്കുഴി വരുന്ന ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കണം. ലെങ്ത്ത് കറക്റ്റാണെന്ന് നോക്കുക. എന്നിട്ട് ഈ അരികുവശം നല്ല നീറ്റിൽ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഈ എക്സ്ട്രാ വരുന്ന ഈ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നമ്മൾ കയ്യിനെടുത്ത മെഷർമെൻറ്റിനെക്കാട്ടിലും ഒരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇടണം. 1/2 ഇഞ്ച് ഷോൾഡർ നമ്മൾ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതേപോലെ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചൊക്കെ നമ്മളിവിടെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടും എടുക്കും. ഇനി സ്റ്റിച്ചിങ് വീഡിയോ കണ്ടോക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ ആദ്യം തന്നെ നെക്കിൻ്റെ ക്യാൻവാസ് നെക്കിൻ്റെ സ്റ്റിച്ചിങ് ആണ്. ഈ അരികുവശമൊക്കെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലുള്ള നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല കറക്റ്റിൽ കിട്ടുക. ഇനി ഈ തുമ്പ് വശമൊക്കെ ഈ ക്യാൻവാസ് പേപ്പറിനോട് ജോയിൻ്റ് ആക്കിയിട്ട് ഇതേപോലെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇതിൻ്റെ എല്ലാ ഭാഗവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ഫോൾഡ് ചെയ്യുന്ന ഭാഗങ്ങളിൽ ചെറിയ കട്ടിട്ട് കൊടുക്കുക, ശ്രദ്ധിക്കുക. 1/2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. നെക്കിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ല നീറ്റിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫാബ്രിക്കുമ്മേ ഇതൊന്ന് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലൈനിങ് ക്ലോത്തും ഈ മെയിൻ ഫാബ്രിക്കും തമ്മിൽ ഈ അരികുവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ക്ലോത്തിൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ക്യാൻവാസ് പേപ്പർ വെച്ച് കൊടുത്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നാലുള്ളൂ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുമ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് ആ ഡിസൈന് കിട്ടുള്ളൂ. ഈ അരികുവശത്തിലൂടെ ഇതേപോലെ നമ്മൾ ഏത് ഷേപ്പിലാണോ
കട്ട് ചെയ്തിട്ടുള്ളത്. ആ ഷേപ്പിൽ ഇതേപോലെ അരികുവശം ചേർന്ന് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണ പോലെ ക്യാൻവാസിൽ നിന്നും ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. അരികുവശമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റിൽ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്യാൻവാസിൻ്റെ അരികിലൂടെ അരികുവശം ഏത് ഷേപ്പിലാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് മുൻവശത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെറിയ കട്ടിങ് എഡ്ജ് ഭാഗത്തൊക്കെ കൊടുത്താലുള്ളൂ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് ഒരു വിരൽ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇങ്ങനെ ചെയ്താൽ നന്നായിട്ട് തന്നെ നെക്ക് നല്ല നീറ്റിൽ കിട്ടും. ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിൻ ഫാബ്രിക്കും അതേപോലെ ലൈനിങ് ക്ലോത്തും കൂടെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഇതേപോലെ എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്തിട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കണം. നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ല നീറ്റിൽ നെക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ഇനി ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഈ പീസ് ബാക്ക് നെക്ക് പതിച്ചടിച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഈ തുണിയുടെ നല്ല വശവും അതേപോലെ ബാക്ക് നെക്കിൻ്റെ നല്ല വശവും ചേർത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ബാക്കിലേക്ക് ഈ ലൈനിങ് പീസും വെച്ച് കൊടുത്തിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്ക് ഒരിക്കലും പൊട്ടിപ്പോരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ 2 ഷോൾഡറും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഷോൾഡർ ഭാഗം ഒന്ന് നോക്കുമ്പോൾ കാണാം നന്നായിട്ട് തന്നെ ജോയിൻ്റ് ആയിട്ടുണ്ടാവും, ഒരിക്കലും പൊട്ടിപ്പോരില്ല. ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ സൂചി ഒന്ന് കുത്തി കൊടുത്തിട്ട് ഈ പുറകു വശത്തെ നെക്കിൻ്റെ ഈ സൈഡിലൂടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് അവസാനിക്കുമ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതേപോലെ മറ്റേ ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കൈ വെച്ച് കൊടുക്കണം. അപ്പോൾ കൈ വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ കൈയിൻ്റെ അടിഭാഗം ഒരു ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം. 2 കൈയിൻ്റെ അടിഭാഗം ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് കൊടുക്കുമ്പോൾ ഈ തുണിയുടെ നല്ല വശവും കൈയിൻ്റെ പീസിൻ്റെ നല്ല വശവും ചേർത്തിട്ട് സെൻറ്ററിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സെൻറ്ററിൽ നിന്നും താഴേക്ക് കൈക്കുഴിയുടെ താഴെ ഭാഗത്തേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. 2 വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. മറ്റേ കൈയിൻ്റെ പോർഷനും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ കൈയിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് എഴുതിയിട്ടാണ് ഇത് കാണിക്കാത്തത്. അപ്പോൾ കൈ രണ്ടും ഇതേപോലെ നല്ല നീറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ടോപ്പ് ഇതേപോലെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് കൈക്കുഴിയുടെ അവിടെയും സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ ഇതേപോലെ പിൻ ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് മെഷർമെൻറ്റ് ചെയ്തെടുക്കുക. മുമ്പ് കട്ട് ചെയ്തപ്പോൾ മെഷർമെൻറ്റ് ചെയ്താലും ഒന്നും കൂടെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിൻ ചെയ്ത് വെച്ചാൽ നമ്മൾ ഈ കൈക്കുഴി രണ്ടും ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗവും അതേപോലെ കൈയിൻ്റെ അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യണത് നല്ലതാണ്. സ്ലിറ്റിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഇതേപോലെ ഒരു 2-3 സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം സൂചി ഒന്ന് മുകളിലേക്കൊന്ന് പൊക്കി കൊടുത്ത് വീണ്ടും റിവേഴ്സിൽ ഇതേപോലെ ബാക്കിലേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ഈ കൈയിൻ്റെ ആ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ആവുകയും ചെയ്യും. ഈ സ്ലിറ്റിൻ്റെ ആ ഭാഗം നന്നായിട്ട് ലോക്കായി കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യണം സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഈ 2 സൈഡും ഇതേപോലെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം നേരത്തെ പറഞ്ഞ പോലെ ചെയ്തിട്ടെടുക്കുക. ഇനി സ്ലിറ്റിൻ്റെ ഓപ്പണിംഗ് ഭാഗം എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. സ്ലിറ്റിൻ്റെ ഓപ്പണിംഗ് ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 ഇഞ്ച് മാത്രമേ ഉള്ളൂ തയ്യൽ തുമ്പ് ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാലുള്ളൂ നല്ല നീറ്റിൽ കിടക്കുക.
ഈ ഓപ്പണിംഗ് ഭാഗം നല്ല നീറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്യണത് നല്ലതാണ്. കെട്ടിട്ട് മാറ്റി കൊടുത്ത ഈ ഭാഗത്ത് 2 വശവും ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ 2 ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഈ 2 സൈഡിലും പിൻ ചെയ്ത് തയ്ച്ചെടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ആ പിന്ന് മാറ്റി കൊടുത്തിട്ട് വേണം ഇതേപോലെ ഒരു ബോക്സ് ഷേപ്പിൽ തയ്ച്ചെടുക്കുക. ഇതിൻ്റെ അടിഭാഗവും ഒരു ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചെടുക്കുക. 2 ഭാഗത്തിൻ്റെയും അടിഭാഗം തയ്ച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും ഈ രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ സിമ്പിളാണ്. ടോപ്പിനൊക്കെ ക്ലോത്ത് തികയാതെ വരുമ്പോൾ ഈ ടൈപ്പിൽ നെക്കിൻ്റെയും അതേപോലെ കൈയിൻ്റെയൊക്കെ ഡിസൈനിങ് ചെറുതായിട്ട് ഒരു മോഡലായിട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ശരി, ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ അസ്സലാമു അലൈക്കും.